ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 46-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരിടത്ത് ഒരു സ്ത്രീ മൺകലങ്ങൾ ഉണ്ടാക്കി വിറ്റ് ജീവിച്ചിരുന്നു. അവളുടെ കലങ്ങളുടെ സവിശേഷത ആ നാട്ടിലെങ്ങും പ്രസിദ്ധമായിരുന്നു. ഒരിക്കൽ വലിയ ഒരു കൊടുങ്കാറ്റും മഴയും ഉണ്ടായി. അവളുടെ മൺപാത്ര നിർമ്മാണശാലയും ഉപകരണങ്ങളും എല്ലാം തകർത്ത് കളഞ്ഞു. മഴയെ തുടർന്നുണ്ടായ ജലപ്രളയം അവൾ ഉണ്ടാക്കി വെച്ചിരുന്ന കലങ്ങളെല്ലാം ഒഴുക്കിക്കൊണ്ടുപോയി. അവൾ ആകെ നിരാശതയായി. എന്തുകൊണ്ട് തനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ചിന്തിച്ച് അവൾ വ്യാകുലപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട് കർത്തവ്യത മൂടയായി കഴിയുന്ന അവളുടെ അരികിൽ ഒരു ദിവസം ഒരു വൃദ്ധൻ വന്നു. അയാൾ അവളോട് പറഞ്ഞു, കൊടുങ്കാറ്റിന് നിന്റെ ശാലയും കലങ്ങളുമല്ലേ നശിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ? നീ ആരാണ്? നിന്റെ കഴിവെന്താണ്? അതിനെ നശിപ്പിക്കാൻ കൊടുങ്കാറ്റിന് കഴിഞ്ഞില്ലല്ലോ. ആകയാൽ ധൈര്യപ്പെടുക. വൃദ്ധൻ്റെ ഈ വാക്കുകൾ അവൾക്കൊരു പുതിയ ഉണർവേകി. തനിക്ക് പാത്രങ്ങൾ ഉണ്ടാക്കുവാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടില്ല. അവൾ വീണ്ടും ചെറിയ തോതിൽ തൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. തുടർന്ന് അത് വളർന്നു വന്നു. പുതിയൊരു ശാലയും ചക്രവും മറ്റുപകരണങ്ങളും സമ്പാദിച്ചു. അവളുടെ സൂര്യൻ വീണ്ടും പ്രകാശിച്ചു. മുൻപ് ചെയ്തിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ എല്ലാം വളർത്തിക്കൊണ്ടുവരുവാൻ അവൾക്ക് കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലാത്ത ആരുമില്ല. എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ചവരാണ് മിക്കവാറും എല്ലാവരും. എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിച്ചാലും നമ്മുടെ കഴിവുകൾ വീണ്ടും ഉപയോഗിക്കുവാൻ നാം തയ്യാറായാൽ നഷ്ടങ്ങൾ സാരമില്ലാതാവും. പ്രതികൂല സാഹചര്യങ്ങൾക്ക് നമ്മിലെ താലന്തുകളെ നശിപ്പിക്കുവാൻ കഴിയില്ല. അവയെ നശിപ്പിക്കുന്നത് നാം തന്നെയാണ്. പ്രതിസന്ധികളിൽ നിരാശപ്പെടാതെ ധൈര്യപൂർവ്വം മുന്നേറുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമ്മുടെ കഴിവുകൾ സജീവമാകും. ഭൗതിക വസ്തുക്കളുടെ നഷ്ടമല്ല ജീവിതത്തെ തകർക്കുന്നത്. നമ്മുടെ ഊർജ്ജസ്വലതയും ധൈര്യവും ചോർന്നു പോകാതെ സൂക്ഷിച്ചാൽ മതി. ഇന്നലകളിലെ നഷ്ടങ്ങളെ ഓർത്ത് വ്യാകുലപ്പെട്ടുകൊണ്ടിരുന്നാൽ മുന്നേറുവാൻ കഴിയാതെ പോകും. നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അവയെ അതിജീവിപ്പാനുള്ള ദൃഢനിശ്ചയമാണ് ആവശ്യം. ഒരു കവിതയിൽ ഇങ്ങനെ 2 വരികളുണ്ട്. ഈ ദുർഗതിക്കാറ്റ് മറിഞ്ഞ് നാളെ പ്രസന്നമായിടും ഒരന്തരീക്ഷം, നിൻ ജീവിതത്തിന് അരുണോദയത്തെ കൊണ്ടാടിടും കൺമണി ഞാൻ ചിരിക്കും. ഇതേ ആശയം ഉൾക്കൊള്ളുന്ന മറ്റ് പല കവിതകളുമുണ്ട്. പ്രിയമുള്ളവരെ, അതെ, ഈ ദുർഗതിക്കാറ്റ് എന്നും നിലനിൽക്കുകയില്ല. പ്രസിദ്ധമായ ഒരു കൺവെൻഷൻ ഗാനങ്ങളിൽ നാം ഇങ്ങനെ പാടുന്നു: കഷ്ടങ്ങൾ സാരമില്ല, നഷ്ടങ്ങൾ സാരമില്ല, നിത്യ തേജസ്സിൻ ഘനമോർത്തിടുമ്പോൾ നൊടിനേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. അതെ, പ്രതിസന്ധികളുടെ മധ്യേ ദിവ്യപ്രകാശം കാണുവാൻ കഴിയുന്നത് ജീവിതത്തിൻ്റെ മഹാവിജയമാണ്. ആ ദർശനമാണ് നമുക്കെല്ലാവർക്കും ആവശ്യം. അതുകൊണ്ട് ബാഹ്യമായി ജീവിതത്തിൽ സംഭവിക്കുന്ന അനർത്ഥങ്ങൾക്ക് ജീവിതത്തെ തകർക്കുവാനുള്ള യാതൊരു ശക്തിയുമില്ല. പക്ഷേ നമ്മുടെ ഉള്ളിൽ നിരാശ ബാധിച്ചാൽ നമ്മുടെ ശക്തി ചോർന്നു പോകും. അത് അമ്പേ പരാജയമായിരിക്കും. ഈ ശക്തി എന്നും നിലനിർത്തുവാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് സാധിക്കുന്നതാണ്. ആകയാൽ ഏത് പ്രതിസന്ധികളിലും ദൈവത്തിൽ ആശ്രയിച്ച് ധൈര്യം നഷ്ടപ്പെടുത്താതെ പ്രത്യാശയോടെ മുന്നേറുവാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിന് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ജീവിതത്തിൽ നേരിടുന്ന കൊടുങ്കാറ്റുകളെ ഒരിക്കലും നിരാശയോടെ നേരിടുവാൻ ഞങ്ങളെ അവിടുന്ന് അനുവദിക്കരുതേ. പ്രത്യാശയോടുകൂടെ ധൈര്യത്തോടുകൂടെ അവയെ അഭിമുഖീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ മുന്നേറുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചനധ്യാനം ഞങ്ങളെ സഹായിക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.